കേരളത്തിലെ ചില മാധ്യമ ജഡ്ജിമാരുടെ അവസ്ഥ നോക്കണേ. ഇന്നിപ്പോ നവകേരള സർവേ സർക്കാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ജനാഭിപ്രായം തേടാനുള്ള ശ്രമത്തെ KSUവിന്റെ ഒരു കേസിൽ ഹൈക്കോടതി നിർത്തിവെക്കണമെന്നുള്ളൊരു വിധി പുറത്തു വന്നു. ആ വിധി പുറത്തു വന്നതിന് ശേഷം കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി ആവേശപൂർവ്വം അസഹിഷ്ണുതയോടുകൂടി ഇടപെടുന്ന ഒരു മാധ്യമ ജഡ്ജി അന്നത്തെ ദിവസം അടിച്ച വാചകങ്ങൾ നാട്ടുകാർ കേൾക്കണം. കാര്യം ഏതെങ്കിലും ഒരു വിഷയമുണ്ടായാൽ, ഏതെങ്കിലും ഒരു കോടതി ഉത്തരവ് ഉണ്ടായാൽ അതിൽ ആരുടെ ഭാഗത്താണ് മെറിറ്റ് എന്ന് മനസ്സിലാക്കാതെ വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ചില വിദഗ്ധ വിലയിരുത്തൽ എന്നുള്ള നിലയ്ക്ക് വിടുവായത്തരങ്ങൾ തട്ടിവിടാറുണ്ട്. അതൊന്ന് കേട്ടെ. കേരളത്തിലെ പരുത്തിക്കാട് വിവരക്കേടിനെയൊക്കെ ഇങ്ങനെയെങ്കിലും ഈ നാട്ടിലുള്ള ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഹൈക്കോടതി വിധി സർക്കാരിന് തിരിച്ചടിയായോ? ഉറപ്പായിട്ടും വലിയ തിരിച്ചടിയാണ്. യഥാർത്ഥത്തിൽ ഈ ജനങ്ങളെ അറിയാൻ, ജനങ്ങളെ കേൾക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ നവകേരള സൃഷ്ടി, ഇതാണല്ലോ പിണറായി വിജയൻ സർക്കാർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രയോഗം. ആ തെരഞ്ഞെടുപ്പ് പരിപാടി, ഈ പരിപാടി എന്നുള്ള യഥാർത്ഥത്തിൽ സർക്കാരിന്റെ പരിപാടിയാണോ പാർട്ടിയുടെ പരിപാടിയാണോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. അപ്പോൾ പാർട്ടിയുടെ പരിപാടി സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് നടത്തുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടും. അങ്ങനെയാണ് അത് കോടതിയിലേക്ക് പോയിരിക്കുന്നത്. പലതരത്തിലുള്ള ചട്ടലംഘനങ്ങൾ ഇതിലുണ്ടായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി നടത്തിയ പരിപാടിയാണ് ഈ സർവേ എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി വരുന്നത്. ഈ പരിപാടി എന്താണ് എന്ന് ആദ്യം വിശദീകരിച്ചത് മുഖ്യമന്ത്രി പറഞ്ഞ പരിപാടി യഥാർത്ഥത്തിൽ പാർട്ടി പരിപാടിയായിരുന്നു എന്നാണ് ഇപ്പോൾ കോടതിയിൽ തെളിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് 2-3 ദിവസം മുന്നേ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ പരുത്തിക്കാടിന്റെ വിദഗ്ധ വിലയിരുത്തലായിരുന്നു. ഇതും കൂടാഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ദ എഡിറ്റേഴ്സിലും അരുൺകുമാർ ചില വസ്തുതകൾ പറയുന്നതിനിടയിലും ഹൈക്കോടതി നവകേരള സർവേ നിർത്തിവെപ്പിച്ചത് കണ്ടില്ലേ എന്നുള്ള ചോദ്യമൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഈ കാലം ഒന്നും തിരിച്ചു ചോദിക്കാതെ പോകില്ല എന്ന് പറയുന്ന പോലെ ഇന്നിപ്പോ സുപ്രീം കോടതിയിൽ നിന്ന് നിർണായകമായ തീരുമാനം സർക്കാരിന് അനുകൂലമായി പുറത്തേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ ഈ കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമിറക്കിക്കുമെന്ന് പറഞ്ഞതുപോലെ റിപ്പോർട്ടർ ചാനലിൽ അതേസമയം വാർത്ത അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതേ സ്മൃതി പരുത്തിക്കാട്. പക്ഷേ ആ ക്യാമറാമാന്റെ അനുഭാവപൂർവ്വമുള്ള സ്വഭാവം കൊണ്ട് മുഖം പുറത്തേക്ക് കാണിച്ചില്ല. പക്ഷേ ഇടറിയ സ്വരത്തിലുള്ള വാർത്ത വായനയും ഇന്നലകളിൽ പറഞ്ഞ കാര്യത്തെ സ്വന്തം ശബ്ദത്തിൽ നാട്ടുകാരോട് തിരുത്തി പറയേണ്ടി വരുന്ന അവസ്ഥ എങ്ങനെയാണെന്ന് കേൾക്കണ്ടേ? നോക്കി. സുപ്രീം കോടതിയിൽ നിന്നും നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്നു. സർക്കാരിന് ആശ്വാസമായിരിക്കുന്ന ഉത്തരവിലേക്ക് സുപ്രീം കോടതി എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ശ്യാം ദേവരാജ്, ഇപ്പോൾ നവകേരള സർവേയിൽ എന്താണ് തെറ്റെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു. എന്താണ് ഹൈക്കോടതി ഉത്തരവിന് സ്റ്റേയും സംഭവിച്ചിരിക്കുകയാണ്. നവകേരള സർവേയിൽ ഹൈക്കോടതി നൽകിയ സർവേ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവിന് സ്റ്റേ വന്നിരിക്കുന്നു. സർക്കാരിന് ആശ്വസിക്കാം, സർവേയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, ഇപ്പോൾ നവകേരള സർവേയിൽ എന്താണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്? സർവേയുമായി മുന്നോട്ട് പോകാമെന്നാണോ? നവകേരള സർവേയിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നു. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതിയുടെ ഹൈക്കോടതിയുടെ ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ഒപ്പം ഹൈക്കോടതിയുടെ ഇടപെടൽ സുപ്രീം കോടതി പരിശോധിക്കണമെന്ന് സർക്കാർ ആവശ്യപ്പെട്ടു. നവകേരള സർവേയിൽ എന്താണ് തെറ്റ് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ക്ഷേമ പദ്ധതികൾക്കായി 100 കണക്കിന് കോടി രൂപയാണ് സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചെലവഴിക്കുന്നത്. നയം രൂപീകരിക്കുന്നതിനായി പഠനം നടത്തുന്നതിൽ എന്താണ് തെറ്റ് എന്ന കാര്യവും കൂടി സുപ്രീം കോടതി ചോദിക്കുകയും ചെയ്തു. ഇപ്പോൾ സർക്കാരിന് ആശ്വാസമായ ഉത്തരവ്. ക്ഷേമ പദ്ധതികളെ കുറിച്ച് ജനം എന്ത് ചിന്തിക്കുന്നു എന്നറിയാൻ സർക്കാരിന് അവകാശമുണ്ട് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊരു തിരഞ്ഞെടുപ്പ് പ്രചാരണമായി, തിരഞ്ഞെടുപ്പ് പരിപാടിയായി സുപ്രീം കോടതി കണ്ടിട്ടില്ല. അപ്പോ ഇത് രണ്ടും കാണുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഇന്നലകളിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ശരിയുടെ പക്ഷത്തല്ലാതെ ചില കോടതി നിരീക്ഷണങ്ങളോ കോടതി വിധികളോ പുറത്തു വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് മേൽക്കോടതി ഉണ്ടെന്നും അവിടെ പോയി കഴിഞ്ഞാൽ ആ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നീതിപൂർവമായ ഉത്തരവ് വരുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് മുകളിലേക്ക് പോകുന്നത്. അങ്ങനെ മുകളിലേക്ക് പോയി അധിക ദിവസവും നീണ്ടില്ല. സുപ്രീം കോടതി ഹർജി മുന്നിൽ വന്നു. കോടികൾ മുടക്കി ഒരു സർക്കാർ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി. അത് ജനങ്ങളിൽ നിന്ന് സർവേ എടുത്തതിന് ശേഷം ഒരു നയരൂപീകരണം നടത്തുക ഏതൊരു ഗവൺമെന്റിന്റെയും ഉത്തരവാദിത്തമാണ്. പക്ഷേ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന് മാത്രം അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് മാധ്യമ ജഡ്ജിമാരുടെ ഉത്തരവ്. അവർക്കതങ്ങോട്ട് സഹിക്കാൻ പറ്റില്ല. ആ സഹിക്കാൻ പറ്റായ്മയാണ് ഹൈക്കോടതിയിൽ നിന്ന് വന്ന ഒരു ഉത്തരവിനെ അതേ വേഗതയിൽ തന്നെ സുപ്രീം കോടതിയിൽ ചെന്ന ഒരു ഹർജി കൊടുക്കുക, അല്ലെങ്കിൽ ആ വിഷയത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തപ്പോൾ
അതെടുത്ത് പരിശോധിച്ച ജഡ്ജിക്ക് കൃത്യമായി ബോധ്യപ്പെടുകയാണ് ഇതിലെവിടെയാണ് സർക്കാർ അഴിമതിയും ധൂർത്തും നടത്തുന്നു എന്ന ചോദ്യം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ PR പണി നടത്തുന്നു എന്ന ചോദ്യം വരുന്നത്. അവർ ചെയ്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ജനാഭിപ്രായം തേടുക എന്ന് പറഞ്ഞാൽ ഒരു സർക്കാരിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണെന്ന് സുപ്രീം കോടതി പറയുമ്പോൾ ഇന്നലകളിൽ നിന്ന് തിളച്ചു മറിഞ്ഞ പരുത്തിക്കാടിന് പോലും അതേ വാർത്ത വായിക്കേണ്ട ഗതികേട് വന്നതിന് ശേഷം ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ വേറെ ആരും ഇതിനെക്കുറിച്ച് ചോദിക്കാത്തത് കൊണ്ട് അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാതെ അവർക്ക് ഈസി ആയിട്ട് മുക്കാൻ പറ്റും. മറ്റൊരു വിഷയവുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന് വീണ്ടും തിളച്ചു മറിയുന്ന പരുത്തിക്കാടിനെ നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ പറ്റും. പക്ഷേ ഇന്നലകളിൽ പറഞ്ഞു വെക്കുന്നതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നാണ് നിങ്ങൾ കണ്ടത്.